ഇടമലയാർ ആനവേട്ട കസ്റ്റഡി മർദ്ദന കേസിൽ IFS ദമ്പതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി. IFS ഉദ്യോഗസ്ഥരായ ടി ഉമ, ഭർത്താവ് ആർ കമലഹാർ, വിജയാനന്ദ് ഉൾപ്പെടെ 8 പേരെയാണ് പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് അനുമതി നൽകിയത്. മർദ്ദനത്തിനിരയായ അജി ബ്രൈറ്റിന്റെ പരാതിയിലാണ് നടപടി. ഡാൻ വിശദാംശം. സർക്കാർ പ്രോസിക്യൂഷന്റെ അനുമതി നിഷേധിക്കുന്ന സാഹചര്യമാണ് ഈ ഇടമലയാർ കസ്റ്റഡി മർദ്ദന കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. അന്വേഷണം റദ്ദാക്കാൻ ആവശ്യപ്പെട്ട IFS ദമ്പതികൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും അതും നിരാകരിച്ചിരുന്നു. 2015 അജി ബ്രൈറ്റിന് ക്രൂരമായ കസ്റ്റഡി മർദ്ദനമുണ്ടായത് ഇടമലയാർ ആനവേട്ട ഇടപാടുമായി ബന്ധപ്പെട്ട്. തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അജി ബ്രൈറ്റ് തന്നെ പരാതിയുമായി മുമ്പോട്ട് പോവുകയും ആ പരാതിക്കൊടുവിൽ 8 വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ, അതിൽ ഈ IFS ദമ്പതികളായ ഉമയും അതോടൊപ്പം ഭർത്താവ് കമലഹാറും ഉന്നത ഉദ്യോഗസ്ഥരാണ്. അവരുൾപ്പെടെ 8 പേരെയാണ് ഇപ്പോൾ പ്രോസിക്യൂട്ട് ചെയ്യാൻ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അനുമതി നൽകിയിരിക്കുന്നത്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമായി തന്നെ ഇതിനെ നോക്കിക്കാണേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.